വൈകുന്നേരം യൂണിവേഴ്സ് എന്തു മെസ്സേജാണ് നൽകുന്നതെന്ന് നോക്കിയപ്പോൾ 7 ഓഫ് കപ്പ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പിന്റെ കാർഡാണ്. അതായത് ഏതൊരു കാര്യത്തിലും പല ഓപ്ഷൻസ് നമുക്കുണ്ടാവും. അപ്പോൾ ഒരു മിഥ്യാബോധത്തിലൂടെ തെറ്റായ വഴിയിലേക്ക് പോകാണ്ട് ഏതാണ് നമുക്ക് ഉചിതമായത് എന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ വികാരങ്ങളെയും ചിന്തയും ആശ്രയിച്ചിരിക്കും. എന്തിലും പെട്ടെന്ന് നമ്മൾ ആകർഷിക്കപ്പെടാം. അപ്പോൾ തന്നെ നമുക്ക് അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആകണമെന്നില്ല. തെറ്റു പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവമാണ് ഏതു കാര്യത്തിലും മുന്നോട്ടു പോകേണ്ടത് എന്ന സൂചനയാണ് 7 ഓഫ് കപ്പ് നൽകുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ അനുയോജ്യമല്ലാതാണ് എങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ ആകൃഷ്ടമാകാം. എന്തിലും നമുക്ക് പെട്ടെന്ന് ഉള്ളുകളികൾ അറിയാണ്ട് അല്ലെങ്കിൽ എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാകാണ്ട് പുറമേ കാണുന്ന ആ ഒരു ഭംഗിയിൽ അല്ലെങ്കിൽ ആ ഒരു വാക്കിൽ നമ്മൾ വീണു പോയേക്കാം. അങ്ങനെ അബദ്ധത്തിൽ ചെന്ന് ചാടാതെ വളരെയധികം ശ്രദ്ധ നിങ്ങൾ നിങ്ങളുടെ ഓരോ നീക്കങ്ങളിലും കൊണ്ടുവരണം എന്നാണ് 7 ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നത്. അതായത് ശ്രദ്ധിച്ചില്ല എങ്കിൽ അബദ്ധത്തിൽ പോയി ചാടാതിരിക്കുക. അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. എടുത്തുചാട്ടം പാടില്ല. നിങ്ങളുടെ ഓരോ നീക്കങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ വിജയത്തെ മാത്രം കണ്ട് നിങ്ങൾക്ക് അനുകൂലമായത് മാത്രം സ്വീകരിക്കുക. അല്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ഒരു തെറ്റിലേക്ക് ചെന്ന് വീഴാതിരിക്കുക എന്നതാണ് 7 ഓഫ് കപ്പ് നമുക്ക് നൽകുന്ന സൂചന.